ഹലോ ഗായ്സ്, അപ്പോൾ ഇതേ കല്യാണമൊക്കെ പ്രമാണിച്ച് ഞാൻ ഫസ്റ്റ് വന്നത് എൻ്റെ ഓർണമെൻറ്റ്സ് ഡ്രസ്സിൻ്റെ കൂടെ സ്യൂട്ട് ആവുന്നോന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പം പകുതി ബ്യൂട്ടി പാർലർ ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ അങ്ങോട്ട് തന്നെ വന്നേക്കുകയാണ്. അപ്പം എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റാണോ എന്ന് അറിയാനും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പിൻ്റെ കൊടുത്തേക്കുന്ന ചേച്ചിയുടെ വീട്ടിലോട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഓരോ ഓർണമെൻറ്റ്സ് വെച്ച് ഞാനിങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ എന്തിട്ടാലും കൺഫ്യൂഷനാണ്, ഇത് ചേരുമോ അത് ചേരുമോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്നെക്കായി കൂടുതൽ എനിക്ക് സ്യൂട്ടാവുന്ന എന്താണെന്ന് മറ്റുള്ളവർ പറയണം എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ചിലത് ഞാൻ എടുക്കുന്നത് കൊള്ളത്തില്ലെങ്കിൽ പോലും എനിക്ക് തോന്നാറുണ്ട് മറ്റുള്ള ഉമ്മാലാരെല്ലാം പറയുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സ്യൂട്ടാവുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ഇട്ട് നോക്കുകയാണ്, ഇത് സ്യൂട്ടാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കോസ്റ്റ്യൂം ഇതല്ല, ഞാൻ കോസ്റ്റ്യൂം കവറിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഓരോ ഓർണമെൻറ്റ്സ് വെച്ചിട്ട് ഇട്ട് നോക്കുകയാണ്, ഏത് കളറാണ് എനിക്ക് ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇട്ട് നോക്കിയത് ഒരു പച്ച കളറ് ചോക്കറും അതേപോലെ തന്നെ അതിൻ്റെ നെറ്റിച്ചുട്ടിയും അതേ കയ്യിലിടുന്നതായാലും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റോടുള്ള ഓരോരോ ബോക്സാണ്. അപ്പം വെറൈറ്റി മോഡൽസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് എടുക്കണം എന്നുള്ളത് ഞാൻ ഇട്ട് നോക്കിയിട്ട് സ്യൂട്ടാവുന്നത് എടുക്കാം. നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ആകെ ജീവിതത്തിൽ ഒരു ട്രിപ്പേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അത് മാക്സിമം എല്ലാം പെർഫെക്റ്റ് ആക്കുക എന്നുള്ള നമ്മളെ ഒരു കഴിവാണ്. അപ്പം ഞാൻ കമ്മലൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച എങ്ങനെയുണ്ട്, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മൂക്കൂത്തി വെച്ചിട്ടാണെങ്കിൽ ഒരു പൊടി ചേർന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ഞാനും നോക്കിയപ്പോൾ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നുള്ളൊരു എനിക്കൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഗൈസ് ഞാൻ മൂക്കൂത്തിയൊക്കെ ഇട്ട് നോക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായിട്ട് ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, ഓരോരോ ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് പച്ചയാണ് കേട്ടോ. പച്ച ഓർണമെൻറ്റ്സ് തന്നെയാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫുൾ സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എനിക്കിങ്ങനെ ഒരെണ്ണം കാണുമ്പോഴത്തേക്ക് വേറൊന്ന് കാണുമ്പോഴത്തേക്ക് അത് കൺഫ്യൂഷൻ, നമുക്ക് കുറേ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ ചുമപ്പൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഒരു റെഡ് കളർ ഡ്രസ്സാണ്, റെഡും ഓറഞ്ചും ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പം അതിൻ്റെ കൂടെ ഏത് സ്യൂട്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടൊരു ഓർണമെൻറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ നിന്ന് ഹെയർ റിമൂവ് ആക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എന്നെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. എനിക്ക് ആദ്യമേ ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ. ഇപ്പം ചെയ്യുന്നത് പിരുവം ത്രെഡ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിരുവം ഇങ്ങനെ ത്രെഡ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ത്രെഡ് ചെയ്യത്തില്ല. ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് പേടിയായിരുന്നല്ല. അപ്പം പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇരുന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ട്. പറയുന്നതിന് മുമ്പ് ആ ചേച്ചി എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി, കണ്ണാടിയിലൊക്കെ നോക്കി, പിന്നെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ എടുത്ത് ഹെഡിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ കത്രികയേക്കാൾ മൂർച്ചയാണത് ഈ ഒരു ത്രെഡിനെന്ന് പറയുന്നത്. ത്രെഡിന് ഭയങ്കര വേദനയാണ്, അതേപോലെ തന്നെ മുറിഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് എൻ്റെ പിരുക്കം എടുക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ കുറേ സ്റ്റെപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ. കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് വേദനയൊക്കെ സഹിക്കേണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേദനയൊക്കെ സഹിച്ചിരുന്ന് എൻ്റെ പിരുവ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വേദന അറിയാൻ പറ്റുന്നത്. ഈ ഒരു ത്രെഡിങ് എന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ളൊരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ പിരുതെടുത്ത് ഇത് പിന്നെ അങ്ങ് പെട്ടെന്ന് എക്സ്പേർട്ട് ആയവർക്കൊക്കെ പെട്ടെന്ന് അങ്ങ് എടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല എനിക്ക് പിരുവ് എടുത്ത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിരുവത്തിന്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡായി അങ്ങ് വരും. ഞാൻ എന്നിട്ട് കണ്ണാടിയിലൊക്കെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പിരുവത്തിൻ്റെ 2 ഷേപ്പിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തത്രപ്പൊന്ന് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടിക്കളിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്.
അങ്ങനെ ദേ അടുത്ത ത്രെഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ പിരിവം ത്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സെൻറ്റർ ഭാഗത്തെ ആ സൈഡിലത്തെയൊക്കെ ഹെയർ അങ്ങ് റിമൂവ് ആക്കും, ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അങ്ങനെ ദേ സെൻറ്റർ ഭാഗത്തെ ആ ഒരു സൈഡിലത്തെയും ഒക്കെ ആ ഹെയർ അങ്ങ് റിമൂവ് ആക്കുകയാണ്. അങ്ങനെ ദേ അതൊക്കെ റിമൂവ് ആക്കി ഇനി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു പണിയാണ് ഈ ഒരു ത്രെഡിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊന്ന് കൈയൊക്കെ വെച്ചൊന്ന് പിടിച്ചു കൊടുക്കണം അവർക്കെങ്കിലേ ആ ഒരു ത്രെഡിങ് പെർഫെക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ദേ ആ ഒരു ത്രെഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ദേ പെട്ടെന്ന് ആ ഹെയറൊക്കെ ഈ സൈഡിലത്തെ ഹെയറൊക്കെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ ഫേസിൽ ആ ഒരു ഹെയറും കൂടെ ഒക്കെ അങ്ങ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദേ പിരിവ് നല്ല രീതിയിൽ ത്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഗൈസ് ഉമ്മ ആണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഉമ്മ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേവരെ ത്രെഡിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദേ എൻ്റെ പിരുവത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ഫേസ് ഫുൾ എൻ്റെ ഈ ഹെയർ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഓരോന്നായിട്ട് ഈ ത്രെഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫേസിലെ ഹെയർ ഫുള്ള് റിമൂവ് ആക്കി. അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെയൊക്കെ റിമൂവ് ആക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ കണ്ണാടി ഒന്ന് നോക്കട്ടെ എന്ന് എഴുതി കണ്ണാടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ എനിക്കങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഹെയർ ഒന്ന് റിമൂവ് ആക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതേ പിന്നീട് ഹെയർ റിമൂവ് ആക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇതേ ഫുള്ള് ഹെയറൊക്കെ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പകുതി ഹെയർ എന്തേ റിമൂവ് ആക്കി കഴിഞ്ഞ് പിന്നെ ഒരു കൈ വെച്ചുള്ളൊരു മസാജാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെയൊക്കെ ഉണ്ട്, ഒരു ഫേഷ്യലും കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്. ഇപ്പം എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ എല്ലാം ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു മസാജിങ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മസാജിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ട് അവരൊരു കൈ വെച്ചുള്ളൊരു മസാജ് ചെയ്ത് തരും. എൻ്റെ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഒന്നും പിടിക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. എന്തിട്ടാലും അതിനൊരു റിയാക്ഷൻ കാണും, ആഫ്റ്റർ എഫക്റ്റ് കാണും കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇതേ മസാജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമുക്കറിയാം വേറെ എന്തൊക്കെ വരുമെന്നുള്ളത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. ഞങ്ങളൊരു ബിരിയാണി കടയിൽ കയറി. ബിരിയാണി കടയല്ല,